ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വസുന്ധരയുടെ സ്വർണവുമായി വസുന്ധര പറഞ്ഞുവിട്ട IT ഡിപ്പാർട്ട്മെൻറ്റ് അതുമായി മുങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ഗൗതം അവിടേക്ക് വരുന്നത്. അങ്ങനെ ഗൗതം അവരെ കൈയോടെ പൊക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവർ ഗൗതമിനെ കാണുന്ന സമയത്ത് പെട്ടെന്നങ്ങ് പരിഭ്രമിച്ച് പോവുകയാണ് കേട്ടോ. എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, രക്ഷപ്പെട്ടിട്ടൊന്നും ഇനി കാര്യമല്ല, ഇപ്പോൾ എല്ലാ കള്ളവും നമ്മളുടെ പിടികൂടാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഇതിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നൊക്കെ ഇങ്ങനെ അവർ സ്വയം ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതം അവരുടെ കയ്യിലുള്ള സ്വർണവും പണവും ആദ്യം തന്നെ അങ്ങ് വാങ്ങുകയാണ്. എന്നിട്ട് അവരെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേട്ടോ. ആരാണ് നിങ്ങളെ ഇവിടേക്ക് പറഞ്ഞയച്ചത്? ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് വരും എന്നങ്ങ് പറഞ്ഞതോടുകൂടി അവർ ആകെ പേടിച്ചു പോവുകയാണ്. ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങളിങ്ങനെ ഒരു വേഷം കെട്ടിയത് പണത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് അഭിനയിച്ചു. ഇനി ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഗൗതമിൻ്റെ മുന്നിൽ അവർ കരയുന്നത്. അങ്ങനെ ഗൗതം ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് ക്ഷമിക്കണമെങ്കിൽ നിങ്ങളെ ഇത് പറഞ്ഞയച്ചത് ആരാണെന്നുള്ള സത്യം എന്നോട് പറയണം എന്ന് പറയുമ്പോൾ അതിലെ ഒരാൾ സത്യം പറയാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോഴത്തേക്കും മറ്റേ ആൾ പറയുകയാണ്, നീ പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറയട്ടോ. അങ്ങനെ നിധി പറഞ്ഞിട്ടുണ്ടാവും അവരോട് ആര് തന്നെ ചോദിച്ചാലും വസുന്ധര മേഡമാണ് ഇതിൻ്റെ പിറകിലെന്നുള്ള സത്യം നിങ്ങൾ ആരോടും പറയരുത് എന്ന് നിധി പ്രത്യേകം അവരോട് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അവർ പറയുകയാണ്, സാർ ഞങ്ങളോട് ക്ഷമിക്കണം, ഇത് ആരും പറഞ്ഞയച്ചതല്ല, ഞങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കി വന്നതാണ്. ഇവിടെ പണവും സ്വർണവും ഒക്കെ ഉണ്ടെന്നുള്ള ധാരണയിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഞങ്ങളതെല്ലാം അടിച്ചു മാറ്റാൻ നോക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ സ്വയം കുറ്റം ഏറ്റെടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് നിധി കൂടി വരികയാണ്, പിന്നീട് പോലീസ് കൂടി വരികയാണ്. എന്നിട്ട് ഇവരെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവർ ഒരുപാട് ഗൗതമിനോട് പറയുന്നുണ്ട്, ഞങ്ങളോട് ക്ഷമിക്കുക, ഞങ്ങൾ ഇനി ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ഒരുപാട് കരഞ്ഞ് അപേക്ഷിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നിധിയുടെ കയ്യിൽ വസുന്ധരയുടെ സ്വർണവും പണവുമുള്ള ബാഗ് കൊടുക്കുക. അങ്ങനെ ഗൗതം പറയുന്നുണ്ട്, ഈ സ്വർണവും പണവും നീ എന്ത് വേണമെങ്കിലും ചെയ്തു, ഇത് നിനക്ക് സ്വന്തമാണ്. ഇനിയിപ്പോൾ അമ്മക്കറിയില്ലല്ലോ ഇത് നിന്റെ കയ്യിലുണ്ടെന്നുള്ളത്, ഇത് നഷ്ടപ്പെട്ടു എന്നാവും അമ്മ കരുതിയിട്ടുണ്ടാവുക. അതുകൊണ്ട് നീ ഇത് പണയം വെച്ചോ വിറ്റോ എങ്ങനെയാന്ന് വെച്ചാൽ നിഖിലിനുള്ള ലാപ്ടോപ്പ് നീ വാങ്ങിച്ചോ എന്ന് പറയും. നിധി പറയാണ്, അത് വേണ്ട ഗൗതം, അതെങ്ങനെ ശരിയാവും എന്ന് പറയുമ്പോൾ, അതിന് കുഴപ്പമില്ല, അമ്മ ഇതൊന്നും അറിയാൻ പോകുന്നില്ലല്ലോ, നീ വാങ്ങിച്ചോ, ഇത് നീ കൊണ്ടുപോയി പണയം വെച്ചോ വിറ്റോ എങ്ങനെയാന്ന് വെച്ചാൽ നിൻ്റെ നിഖിലിനുള്ള നല്ലൊരു ലാപ്ടോപ്പ് തന്നെ നീ വാങ്ങിച്ചോ. എനിക്ക് തന്നെ വാങ്ങിച്ചു തരാമായിരുന്നു, പക്ഷേ എൻ്റെ അമ്മയ്ക്കും അനിയനും അതൊരു അഭിമാന പ്രശ്നമായി മാറും, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചു തരാത്തത് എന്ന് പറയട്ടോ. അപ്പം നിധി പറയുന്നുണ്ട്, എനിക്ക് ഈ സ്വർണവും പണവും ഒന്നും വേണ്ട ഗൗതം, കാരണം ഇത് വസുന്ധര മേഡത്തിന് തന്നെ തിരികെ കൊടുത്തേക്ക്. എൻ്റെ കയ്യിലുള്ള സ്വർണം വെച്ച് ഞാൻ പണയം വെച്ച് ആ പൈസ കൊണ്ട് നിഖിലിനുള്ള ലാപ്ടോപ്പ് വാങ്ങിച്ചോണ്ട് എന്ന് പറയും. ഗൗതം നിധിയുടെ ഷോൾഡറിൽ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നിനക്ക് ഞാൻ ഒരു ടെസ്റ്റ് ഇട്ടതാണ്, നീ ഈ പരീക്ഷയിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, എന്താ ഗൗതം പറയുന്നത്? അതെ, സാധാരണ ഒരുവിധം പെണ്ണുങ്ങളൊക്കെ സ്വർണവും പണവും ഒക്കെ കാണുമ്പോൾ അതിലങ്ങ് വീഴുകയാണ് ചെയ്യാറ്, പക്ഷേ എല്ലാ സ്ത്രീകളും ഇതുപോലെയല്ല എന്നുള്ളത് നീ തെളിയിച്ചു, നീ ഈ പരീക്ഷയിൽ വിജയിച്ചു എന്ന് പറയട്ടോ. എന്നിട്ട് പറയണേ, നിനക്ക് ഇതിനു വേണ്ടി ഞാനൊരു സമ്മാനം തരാമെന്ന് പറഞ്ഞ് ഗൗതം കാറ് തുറന്ന് അതിൽ നിന്നും ഒരു ലാപ്ടോപ്പ് എടുത്ത് നിധിക്ക് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, ഇതെന്താ ഗൗതം എന്ന് ചോദിക്കുമ്പോൾ, ഇത് എൻ്റെ വക നിഖിലിനുള്ള ലാപ്ടോപ്പാണ് എന്ന് പറയുമ്പോൾ, അല്ല ഗൗതം ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, നീ ഇന്നലെ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഹോൾഡിലിടുന്നതിന് പകരം കോൺഫറൻസ് കോളിലാണ് ഇട്ടിരുന്നത്, അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചതെല്ലാം തന്നെ ഞാൻ കേട്ടു, അതുകൊണ്ടാണ് നിഖിലിന് ഞാൻ തന്നെ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചത് എന്ന് പറയട്ടെ. അത് കാണുന്ന സമയത്ത് നിധിക്ക് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ നിധി ഗൗതമിനോട് നന്ദിയൊക്കെ പറയുന്ന സമയത്ത്, നീ എന്തിനാ എന്നോട് നന്ദി പറയുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ പോയിട്ട് നിൻ്റെ അനിയന് ഈ ലാപ്ടോപ്പ് കൊണ്ടുകൊടുക്ക്, പിന്നെ നിൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. നിഖിലിൻ്റെ ലാപ്ടോപ്പ് നിലത്ത് വീണ് പൊട്ടിയതല്ലേ, അത് ആ പ്രിൻസിപ്പാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതല്ലേ, റിപ്പയർ ചെയ്യാൻ നിഖിലിനോട് പറയണം, എന്നിട്ട് അത് ശരിയാക്കിയ ശേഷം ആ പ്രിൻസിപ്പാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞേക്ക് എന്ന് ഗൗതം കണ്ടറിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്തത് കാണുമ്പോൾ നിധിക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. എന്നിട്ട് നിധി ഗൗതമിനോട് പറയണം, ഗൗതമിന് വലിയൊരു മനസ്സ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നിധി ഗൗതമിനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് കണ്ണിൽ ചെറുതായിട്ട് വെള്ളം നിറഞ്ഞുകൊണ്ട് നിൽക്കാൻ കേട്ടോ. ആ സമയത്ത് ഗൗതം പറയുകയാണ്, നിധി നീ എന്താണ് ഈ കാണിക്കുന്നത്, ഇത് ബെഡ്റൂം അല്ല കേട്ടോ എന്ന് പറയട്ടോ. അങ്ങനെ നിധി പെട്ടെന്ന് അങ്ങ് പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് നിഖിലിൻ്റെ അടുത്തേക്ക് നിധി പോവുകയാണ്. നിധി വീട്ടിലെത്തിയ ശേഷം നിധിയുടെ കയ്യിലുള്ള ലാപ്ടോപ്പ് കാണുന്ന സമയത്ത് ശിവാനിക്ക് അങ്ങ് ദേഷ്യം
വരികയാണ് കേട്ടോ. അങ്ങനെ ശിവാനി ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിധി, ലാപ്ടോപ്പാണോ? വില കൂടിയ ലാപ്ടോപ്പാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുമ്പോൾ, അതെ, ഇത് നിഖിലിനുള്ള ലാപ്ടോപ്പാണ്. നീ ഒരു ലാപ്ടോപ്പ് നശിപ്പിച്ചില്ലേ, പക്ഷേ അതിന് പകരം നിഖിലിന് നല്ലൊരു ലാപ്ടോപ്പ് തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് പറയട്ടോ. അപ്പോൾ ശിവാനിയുടെ കൂടെ രേണുകയും ഉണ്ടാവും. അപ്പോൾ നിഖിൽ, ചന്ദ്രയും അശോകനും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നിഖിലിന് ഈ ലാപ്ടോപ്പ് കിട്ടുന്ന സമയത്ത് ഒരുപാട് സന്തോഷമാവുകയാണ്. അപ്പോൾ ശിവാനി പറയുന്നുണ്ട്, എന്താ നിധി നീ ഈ പറയുന്നത്? ഞാൻ ലാപ്ടോപ്പ് ഒന്നും കേടുവരുത്തിയിട്ടില്ല. നീ വെറുതെ ഇല്ലാത്ത കാര്യം പറയരുത്. നീ കണ്ടോ ഞാൻ ലാപ്ടോപ്പൊക്കെ കേടുവരുത്തുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. ഞാൻ കാണേണ്ട ആവശ്യമൊന്നുമില്ല. നീ തന്നെയാണ് നിഖിലിൻ്റെ ലാപ്ടോപ്പ് കേടുവരുത്തിയത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രേണുക അങ്ങ് ചൂടായിട്ട് പറയാണ്, വെറുതെ എൻ്റെ മോളെ പ്രതിയാക്കാൻ നോക്കണ്ട, എൻ്റെ മോളെ കുറ്റക്കാരിയാക്കാൻ നോക്കണ്ട. എൻ്റെ മോളൊന്നുമല്ല അങ്ങനെ ചെയ്തത്. ഇവൻ്റെ അശ്രദ്ധ കൊണ്ട് തന്നെയായിരിക്കും ആ ലാപ്ടോപ്പ് പൊട്ടിയിട്ടുണ്ടാവുക, അല്ലാതെ എൻ്റെ മോളൊന്നും ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ശിവാനിയുടെ ഭാഗം നിന്ന് രേണുക സംസാരിക്കാൻ ഒരുങ്ങാൻ കേട്ടോ. അപ്പോൾ അമ്മായി കൂടുതൽ സംസാരിക്കേണ്ട, ഞങ്ങൾക്കറിയാം എന്താണ് ഇവിടെ ഉണ്ടായത്. എനിക്ക് നിഖിലിൻ്റെ ലാപ്ടോപ്പ് പൊട്ടിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്ന് ശിവാനി ചോദിക്കുമ്പോൾ, നിനക്ക് നല്ല മനസ്സുഖം കിട്ടുമല്ലോ, അത് തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങാനുള്ള കഷ്ടപ്പാട് എന്താണെന്നുള്ളതൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നിഖിലിന് സ്വന്തമായ ലാപ്ടോപ്പ് ഒന്നുമല്ല അത് മാഷ് കൊടുത്തതായിരുന്നു. അതാണ് നീ പൊട്ടിച്ചത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നീ ഇങ്ങനെ ഒരു ചതി ചെയ്തത്. ആ ലാപ്ടോപ്പ് വാങ്ങാൻ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെടുമല്ലോ, അത് തന്നെയാണ് നിന്റെ ഉദ്ദേശം, ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശിവാനി പറയും, നീ വെറുതെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട നിധി എന്ന് പറയുമ്പോൾ, ഇല്ലാത്ത കാര്യമോ? നിന്റെ ഈ ഇല്ലാത്ത കാര്യം തന്നെയാണ് ഇത്രയും വലുതാക്കിയത്. നീ എന്തെല്ലാം തരത്തിലാണ് ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതെല്ലാം ക്ഷമിച്ച് ഞാൻ നിന്നെ എൻ്റെ കൂടെ അവിടേക്ക് കൊണ്ടുപോയതല്ലേ, ഗൗതമിൻ്റെ വീട്ടിലേക്ക്. എന്നിട്ടും നീ കാണിച്ചത് എന്തൊക്കെയാണ്? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട. നീ ഒന്നും ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ലടി എന്ന് പറഞ്ഞതോടുകൂടി രേണുകൊക്കെ അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ രേണുക പറയാൻ, വീട് കയറി വന്നിട്ട് എൻ്റെ മോളെ ശപിക്കുന്നോടെ, എങ്കിൽ ഞാനും നിന്നെ ശപിക്കാൻ പോവുകയാണ്. നീയും ഒരിക്കലും കൂടെ സ്വസ്ഥതയോടും സമാധാനത്തോടു കൂടിയും ജീവിക്കില്ലടി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പറയുകയാണ്. അതുപോലെ നിൻ്റെ അമ്മയ്ക്കൊന്നും ഒരു കാലത്തും അസുഖം മാറുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് പ്രാവുകയാണ് കേട്ടോ രേണുക. ആ സമയത്ത് നിധിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് രേണുകയെ അടിക്കുന്നതിന് പകരം ശിവാനിയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാൻ കേട്ടോ. അത് കിട്ടിയതോടുകൂടി ശിവാനി, നീ എന്നെ അടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, നിന്നെ അടിച്ചത് നിൻ്റെ അമ്മയ്ക്ക് വയസ്സിന് മൂത്ത ആളായതുകൊണ്ട് നിൻ്റെ അമ്മയെ അടിക്കാൻ കഴിയില്ല. നിൻ്റെ അമ്മ എൻ്റെ അമ്മയെയും അനിയനെയും ഉപദ്രവിക്കുന്നതിന് നിനക്കാണ് ഓരോ അടിയും വീഴുക. ഓരോ വാക്ക് പറയും തോറും നിൻ്റെ അമ്മയ്ക്ക് കിട്ടേണ്ട അടി നിനക്കാണ് കിട്ടുക എന്നങ്ങ് പറഞ്ഞതോടുകൂടി ശിവാനിക്ക് അങ്ങ് പേടിയാവുകയാണ് കേട്ടോ. ഇനിയും അടി കിട്ടുമോ എന്നുള്ള ഭാവത്തിൽ ശിവാനി അങ്ങ് നിന്നു പോവുകയാണ്. എന്നിട്ട് രേണുക, നീ എൻ്റെ മോളെ അടിച്ചു ഇല്ലടി എന്നങ്ങ് ചോദിക്കുമ്പോൾ, പിന്നെ നിങ്ങളുടെ വായയിൽ നിന്നും വരുന്ന ഈ വാക്കുകൾ കേട്ട് ഞാൻ പിന്നെ മിണ്ടാതെ നിൽക്കണോ? നിങ്ങൾ എൻ്റെ അമ്മയെ ഇനി മേലിൽ ഉപദ്രവിക്കാൻ എൻ്റെ അമ്മയെയും അനിയനെയും നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ മകൾക്ക് തന്നെയാണ് ഓരോ അടിയും കിട്ടുകയുള്ളൂ. നിങ്ങളുടെ മകളെ ഞാൻ ഒരു ഭാഗത്ത് നിന്ന് രക്ഷിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ മകൾ തന്നെയാണ് അതെല്ലാം ഇല്ലാതാക്കിയത്. അവളുടെ മനസ്സും അവളുടെ സ്വഭാവവും എല്ലാം തന്നെ നിങ്ങളുടേതുപോലെ ദുഷിച്ചതാണ്. ഇനിയെങ്കിലും നല്ലതുപോലെ ജീവിക്കാൻ വേണ്ടി നോക്കാൻ പറ എന്നൊക്കെ പറഞ്ഞ് നിധി ഒരുപാട് രേണുകയോടും ശിവാനിയോടും പറയുന്നുണ്ട്. അപ്പോൾ അശോകനെ ഇത് കണ്ടോട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അശോകനോട് രേണുക ചോദിക്കുക, നിങ്ങൾ എന്താണ് ഈ കുണ്ടം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത്? നിങ്ങളുടെ മകളെ അടിക്കുന്നത് കണ്ടിട്ട് പോലും നിങ്ങൾ ഒരക്ഷരം പോലും പറയാനില്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ, നിധി കാണിച്ചതിൽ എന്താണ് തെറ്റുള്ളത്? ശിവാനി തന്നെയാണ് നിഖിലിൻ്റെ ലാപ്ടോപ്പ് പൊട്ടിച്ചിട്ട് അവൾക്ക് ഈ അടി കിട്ടേണ്ടത് അത്യാവശ്യമാണ് എന്നങ്ങ് പറയാട്ടോ അശോക്. രേണുക ചൂടായിട്ട് പറയാം, അല്ലെങ്കിലും നിങ്ങളെ കൊണ്ട് ഒരു കാര്യവുമില്ല. എന്നെയും എൻ്റെ മോളെയും ഇതുവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്നിട്ടല്ലേ ഇതുവരെയും സംസാരിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ, ഞാൻ ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. തെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല. എൻ്റെ മോളെ ഇവൾ ഒരുപാട് സംരക്ഷിക്കാൻ, ഈ നിധിയെ സംരക്ഷിക്കാൻ നോക്കിയിട്ട് അവൾ എന്താണ് കാണിച്ചു വെച്ചത്? ഇപ്പോൾ അവിടെ നിന്നും ഇവിടേക്ക് വന്നതോടു കൂടിയാണ് എനിക്കൊരു സമാധാനം ഉണ്ടായത്. നിധി, നീ ശിവാനിയെയും കൂട്ടി ഗൗതമിൻ്റെ വീട്ടിലേക്ക് പോയതോടുകൂടി എൻ്റെ സ്വസ്ഥതയും സമാധാനം ഇല്ലാതായിരുന്നു. നിധിക്കിട്ട് എന്തെങ്കിലും പണിയും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ശിവാനിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. പിന്നെ തിരികെ ശിവാനി ഈ വീട്ടിലേക്ക് വന്നതോടു കൂടിയാണ് എനിക്കിപ്പോൾ ആകെ ഒരു ആശ്വാസം കിട്ടിയത്. ഇനി ഒരിക്കലും നിധിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പ്
ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും വലിയൊരു സമാധാനവും ഉള്ളത് എന്ന് അശോകൻ വീണ്ടും പറയണ്ട. അതൊക്കെ കേൾക്കുന്ന സമയത്ത് രേണുവൊക്കെ അങ്ങ് അരിശം കയറുന്നുണ്ട്. അങ്ങനെ നിധി പറയുകയാണ്, ഇനി മേലിൽ നിങ്ങൾ എൻ്റെ അമ്മയെയും അനിയനെയും ഉപദ്രവിച്ചു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറയാൻ കഴിയില്ല. അമ്മയെയും മോളെയും ഉറപ്പായും ഞാൻ ജയിലിൽ കയറ്റുക തന്നെ ചെയ്യും. അതിനുള്ള തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഒന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് നിധി അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ നിഖിലിനോട് പറയുന്നുണ്ട്, നിൻ്റെ മാഷിൻ്റെ ലാപ്ടോപ്പ് കേടുവന്നില്ലേ, അത് നീ റിപ്പയർ ചെയ്യാൻ കൊടുക്കണം. അതിനുള്ള പൈസ കൂടി ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നിധി അവിടെ നിന്നും പോകുന്നത്. പിന്നീട് നിധി നേരെ വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും വസുന്ധരയ്ക്ക് ശിവാനി വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നിഖിലിനുള്ള ലാപ്ടോപ്പുമായി നിധി ഇവിടെ വന്നിരുന്നു. ഗൗതമാണ് നിഖിലിനുള്ള ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്, പോരാത്തതിന് പൈസയും കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എരിപിരി കയറ്റിയിട്ടാണ്ടോ ശിവാനി വസുന്ധരയ്ക്ക് വിളിക്കുന്നത്. അത് കേൾക്കുന്ന സമയത്ത് വസുന്ധരയ്ക്ക് നന്നായിട്ട് തന്നെ ദേഷ്യം വരികയാണ്. ആ സമയത്താണ് നിധി ഡോർ അങ്ങ് തുറക്കുകയാണ്. അപ്പോൾ നിധിയെ കാണുന്ന സമയത്ത് വസുന്ധര ശിവാനിയോട് പറയണേ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, ആ ശിവാനി ആയിരിക്കുമല്ലേ എല്ലാ ന്യൂസുകളും ഇപ്പോൾ മാഡത്തിനെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാവുമല്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ, എനിക്ക് ആരെങ്കിലും വിളിച്ചോട്ടെ, അതിന് നിനക്ക് എന്താണ് ഛേദം, നീ ഇതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. ഞാനൊന്നിലും ഇടപെടുന്നില്ല. പക്ഷേ മാഡത്തിന് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എൻ്റെ സ്വർണം മുഴുവനിൽ നിന്നും അടിച്ചു മാറ്റാമെന്ന് കരുതിയിട്ട് ഇപ്പോൾ എന്തുണ്ടായി, മാഡത്തിൻ്റെ സ്വർണം മുഴുവനും പോയി. നിഖിലിന് ഞാൻ ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചു എന്ന് കണ്ടതോടുകൂടി അതും സ്വർണം പണയം വെച്ച് ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ വേണ്ടി നോക്കിയത്. എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. നിങ്ങളാണ് ഇതിൻ്റെ പിറകിലെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങൾ ആരാണെന്നുള്ളതും എന്താണെന്നുള്ളതും എന്തൊക്കെയാണ് നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ നിധി. പിന്നെ നിങ്ങൾക്കുള്ള തെളിവും എൻ്റെ ഫോണിലുണ്ട്. നിങ്ങളാണ് ഇപ്പോൾ IT ഡിപ്പാർട്ട്മെൻറ്റുകാരെന്നും പറഞ്ഞ് വേഷം കെട്ടി ഇവിടേക്ക് കൊണ്ടുവന്ന ആളുകൾ എന്നോട് എല്ലാ സത്യവും പറഞ്ഞു. അത് തെളിവ് സഹിതം എൻ്റെ ഫോണിലുണ്ട്. ഇത് ഞാൻ ഈ വീട്ടിലുള്ളവരെ കാണിക്കുകയും ഗൗതമിനെ കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് പിന്നെ മാഡത്തിൻ്റെ അവസ്ഥയുണ്ടാവുക എന്ന് പറയാൻ കഴിയുമോ? മാഡം ഇതുപോലെ പല തവണയായി ഓരോ തെറ്റുകളും ചെയ്യുന്നു. അതൊന്നും ഇതുവരെയും ഞാൻ ഗൗതമിനെ കാണിച്ചിട്ടില്ല. ഗൗതമിനെ കാണിച്ചു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മാഡം ഈ വീട്ടിൽ നിന്നും പുറത്താവും, അല്ല എന്നുണ്ടെങ്കിൽ ഗൗതമും ഞാനും ഈ വീട്ടിൽ നിന്നും പോവും. അതാണോ മാഡത്തിന് വേണ്ടത് എന്നങ്ങ് ചോദിക്കുമ്പോൾ വസുന്ധര ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് നിധി പറയാണ്, ഇനിയെങ്കിലും മര്യാദയ്ക്ക് നല്ലതുപോലെ ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചോ. ശിവാനിയല്ല നിങ്ങളുടെ കൂടെ ഉണ്ടാവുക, ഞാനാണ്. എന്നോട് നിങ്ങൾക്ക് നല്ലതുപോലെ പെരുമാറിയാൽ എന്തുണ്ടാവാനാണ്? നിങ്ങൾക്ക് അത് ചെയ്തൂടെ? എന്നോട് എന്തിനാണ് നിങ്ങൾ വെറുതെ ഈ പകയും വിദ്വേഷവും കൊണ്ട് നടക്കുന്നത്? എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഇതാ ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവർ പറഞ്ഞ ആ വീഡിയോസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ നിധി പറയുകയാണ്, എനിക്ക് നിങ്ങളെ ഒറ്റിക്കൊടുക്കണമെന്നോ നിങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്നോ ഒന്നും ഒരു ആഗ്രഹവുമില്ല. നിങ്ങൾക്ക് ഇനിയെങ്കിലും സന്തോഷത്തോടു കൂടി മനസമാധാനത്തോടു കൂടി ഈ വീട്ടിൽ ജീവിച്ചൂടെ? എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ പകയും വിദ്വേഷവും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ നിധി പറയുകയാണ് കേട്ടോ. ഇനി മേലിൽ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ നിധി ഇനി ക്ഷമിക്കുകയില്ല. ഇത് അവസാന വാണിംഗ് കൂടിയാണ് മാഡത്തിന്. ഇനി മാഡം ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ പണവും സ്വർണവും ദാ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നിധി ആ ബാഗ് എടുത്ത് വസുന്ധരയുടെ അടുത്തേക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ വസുന്ധര ആ ബാഗ് വാങ്ങിയിട്ട് ബെഡിലേക്ക് അങ്ങ് വലിച്ചിടുകയാണ്. മനസ്സിൽ നിന്നും വസുന്ധരയ്ക്ക് നിധിയോടുള്ള ദേഷ്യവും പകവും മനസ്സിൽ നിന്നും അങ്ങ് പോകുന്നില്ല കേട്ടോ. അങ്ങനെ നിധി ഒരു വാണിംഗ് കൊടുത്ത ശേഷമാണ് കേട്ടോ വസുന്ധരയുടെ റൂമിൽ നിന്നും പോകുന്നത്. പക്ഷേ വസുന്ധര വീണ്ടും അതുപടി തന്നെയാണ്. വസുന്ധരയുടെ ഇങ്ങനെയൊന്നും കാണിച്ചിട്ടും വസുന്ധരയുടെ മനസ്സിൽ നിന്നും നിധിയോടുള്ള ദേഷ്യം പോകുന്നില്ല.